കുറേ നാളായില്ലേ മേക്ക് ഓവറും അതുപോലെ തന്നെ റൂം ക്ലീനിങ് വീഡിയോസൊക്കെ വിട്ടിട്ട്. സോ ഞാനും എൻ്റെ വീഡിയോ എടുക്കുന്ന ആളും കൂടി ഡിസൈഡ് ചെയ്തു ഇന്നൊരു റൂം ക്ലീനിങ് ഡേ ആക്കാമെന്ന്. സോ ഞാനും ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ എൻ്റെ വീഡിയോഗ്രാഫറും കൂടി ഇന്ന് എൻ്റെ റൂമും അതുപോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നും നെക്സ്റ്റ് വീഡിയോയിലേക്ക് എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഇവിടെ ക്ലീൻ ചെയ്തതെന്നും മേക്ക് ഓവറായിട്ട് എന്തൊക്കെ ആഡ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഗീവ് അവേ കൊടുക്കാനായിട്ട് മറന്നിട്ടില്ല. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് തൊട്ട് നമ്മൾ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ കമിങ്. ഓക്കെ, ആദ്യം തന്നെ എൻ്റെ ടേബിൾ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് ഇതാണ് എൻ്റെ ഹോൾ റൂം വരുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളും പിന്നെ മേളിൽ നമുക്ക് ഫാൻ മാത്രമേ ഉള്ളൂ ഗൈസ്, എ സി ഒന്നുമില്ല. എൻ്റെ ഒരു ചെറിയ മനോബോധമൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ അലമാരി എന്ന് പറയുന്നത്. ഒരു കുട്ടി പട്ടാസു അലമാരികളാണ്. ആൻഡ് നമുക്ക് ടേബിളിലേക്ക് കടക്കാം. ദിസ് ഇസ് മൈ ടേബിൾ. ഈ ടേബിൾ വരുന്നത് കുറച്ച് സ്കെച്ച് കളേഴ്സും സ്കെച്ചും പിന്നെ ഇവിടെ കുറച്ച് എൻ്റെ അൽക്കുലത്ത സാധനങ്ങൾ. ഇവിടെ എൻ്റെ കാർ കളക്ഷനിൽ 2 കാറും പിന്നെ ഇതെൻ്റെ ഫോൺ 17 Pro Max കുത്തിയിട്ടേക്കുന്നതാണ്. ആൻഡ് ദിസ് ഇസ് മൈ പ്ലാസ്റ്റിക് പ്ലാൻ ആൻഡ് ഇറ്റ് വാസ് മൈ ബേബി ഗേൾ. ആൻഡ് ഇവിടെ വരുമ്പോൾ കുറച്ച് കുത്തിയുള്ള സാധനം പിന്നെ കുറച്ച് ക്യൂട്ട് എസ്തെറ്റിക് ബോസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് പരാഗിൻ്റെ കവറാണ്, ഇതാരും ഒന്നും കാണിക്കരുത്. ആൻഡ് താഴത്തേക്ക് വരുമ്പോൾ ഈ ലെയറിൽ 2 ജേർണലിംഗ് ബുക്സ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് എൻ്റെ ജേർണലിങ്ങിന് വേണ്ട സപ്ലൈസസ് ആണ് കേട്ടോ ഗൈസ്. അതൊന്നുമില്ല, കുറച്ച് പേപ്പർ കഷ്ണങ്ങളൊക്കെ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് മൈ ജേർണലിംഗ് ബുക്ക്. സോ ഇതിനകത്ത് എന്തൊക്കെ ജേർണലിംഗ് ചെയ്തിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെ ജേർണലിംഗ് ചെയ്യാനുണ്ടെന്നൊക്കെ ഉള്ളതായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത് എൻ്റെ കയ്യിനൊരു ജേർണലിംഗ് ബുക്കാണ്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വെട്ടി വെച്ച കാർഡ്ബോർഡും പിന്നെ എൻ്റെ കുറച്ച് സ്കെച്ചസും പിന്നെ നോ ലെയർ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളും കാണാനായിട്ട് പറ്റും. ആൻഡ് ദിസ് ഇസ് മൈ ചെയർ. ഇത് എനിക്ക് കുഞ്ഞുനാളിൽ എന്ന് പറയുമ്പോൾ എനിക്കൊരു 4 years ഞാൻ ഓൾഡായിരിക്കും. ആ ടൈമിൽ എൻ്റെ പപ്പ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ദാറ്റ് ടൈം ഐ കനോട്ട് ക്ലൈംബ് ഇൻ ഹിയർ. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരൻ പുസിയാണ്. ബുജിയല്ല, മുഖം കാണിച്ചെടുക്കും. പുസിക്ക് കളിയാണ്. കളിയായത് കൊണ്ട് മുഖം ഒന്ന് കാണിക്കാനുള്ള സംഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. ദേഷ്യത്തിലാണ്. അതിൻ്റെ അടിയിലേക്ക് പറയാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. അതിൻ്റെ അടിയിലേക്കാണ് അവൻ കയറിക്കോട്ടെ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സ്പോട്ടാണ്. ഈ സ്പോട്ടിൽ വരുന്നത് എൻ്റെ ഒരു ഫാമിലി ഫോട്ടോ. ആൻഡ് ദിസ് ഇസ് മൈ ഫാമിലി. ദെൻ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ്. പിന്നെ ഇതെനിക്കൊരു കസിൻ ഉണ്ടാക്കി തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് മൈ കോസ്റ്റർ ആൻഡ് മൈ കപ്പ്. ഈ കപ്പിൽ എഴുതിയേക്കണമെന്ന് നോക്കണ്ട. ആൻഡ് ദിസ് ഇസ് മൈ ബെഡ് ഗൈസ്. ഇതാണ് എൻ്റെ ബെഡ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഞാൻ വെക്കേഷനിൽ എൻ്റെ മമ്മയുടെ വീട്ടിൽ പോയി നിന്നേക്കുമായിരുന്നു. ആ ടൈമിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഗൈസ്. ആൻഡ് ഇതൊക്കെ ക്ലീൻ ചെയ്താലാണ് എനിക്കിനി ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് ലഗേജസ് ആണ്, വേറൊന്നുമില്ല. അടുത്തത് തന്നെ കളിക്കുന്ന ബാറ്റ്. ആൻഡ് ദിസ് ഇസ് ഇങ്ങനെ എസ്തെറ്റിക് ആൻഡ് നല്ലൊരു ബെഡ്ഷീറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, എല്ലാവരും കയറി മേടിച്ചോളൂ. ദിസ് ഇസ് മൈ പില്ലോ. ആൻഡ് ഇവിടെ ഒരു തുണി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കെയർ ചെയ്യണ്ട. ഇതെൻ്റെ ടേബിളാണ്, സ്റ്റഡി ടേബിള്. ആൻഡ് നമ്മൾ അലമാരിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. ആൻഡ് ടേബിളിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ കോഡ് സെറ്റിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒരു പർച്ചേസിലോ പിന്നെ ഈ ബാഗ്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം കേട്ടോ. ഇതും പിന്നെ ഈ ബ്ലൂബെറിയുടെ ബാഗിൻ്റെ ഇതാണ്. ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 5 months ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, കുറേ നമുക്ക് കുത്തി നിറയ്ക്കാനൊക്കെ പറ്റും. പിന്നെ ഇതും ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവമാണ്. ഈ റൂമിൽ ഞാൻ എന്തൊക്കെ കാണിച്ചാൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഭയങ്കര ക്വാളിറ്റിയാണ് ഈ ചെയർ എന്ന് പറയുന്നത്. ഒരിക്കലും നശിച്ചിട്ടില്ല. കുറേ സംഭവങ്ങളില്ലാതെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്, അന്നത്തൊന്നും നശിപ്പിച്ചു പോയിട്ടില്ല. നല്ല സ്ട്രോങ് ആണ്, നമുക്കിട്ട് എറിയാനൊക്കെ പറ്റും, ഇടിക്കാനൊക്കെ പറ്റും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഭയങ്കര രസമാണ്. ആൻഡ് നമുക്ക് അടുത്തത് വരുന്നത് ജനലുകളാണ്. ജനലുകൾ നമ്മളിത് കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഓർന്ന് വരുന്ന സംഭവമാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ വേണമെങ്കിൽ പിടിപ്പിച്ചോളൂ. ആളെ വിളിച്ച് പിടിപ്പിച്ചതാണ്. ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞുനാളിലെ ഞാൻ. ഇതെൻ്റെ അനിയൻ. അങ്ങനെയൊക്കെ
ചെറിയൊരു ഫോട്ടോസാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ പ്ലേസ് ആണ്. സോ നമ്മൾ ഈ പ്ലേസിൽ വരുന്നത് ഇവിടെ എൻ്റെ ഒരു പൗച്ച് വരുന്നുണ്ട്. ഈ പൗച്ച് ഭയങ്കര എന്ത് സംഭവങ്ങളാണെങ്കിലും ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. നല്ലപോലെ സ്പേസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി പൗച്ചാണ്. ഭയങ്കര എസ്തെറ്റിക് ആണ് പുറമൊക്കെ കാണാൻ. ആൻഡ് വേറെ നമുക്ക് ഇവിടെ ഒരു കുറച്ച് സ്റ്റാപ്ലേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ റോക്കൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത ഒരു പ്ലാന്റ് നല്ല രസത്തിലിരിപ്പുണ്ട്. പിന്നെ കുറച്ച് ചോക്കിൻ്റെ ഇതും, പിന്നെ ഒരു 2 ഫയലും, പിന്നെ കുറച്ച് മെഡിസിൻ പൗച്ചും, പിന്നെ ഒരു കോസ്റ്റർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എൻ്റെ ഫുൾ ക്ലോത്ത്സ് ആണ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ടൈം എടുത്ത് മടക്കിയതാണ്. എൻ്റെ അനിയൻ്റെ ഷർട്ട്, പിന്നെ ഇതൊക്കെ ബെഡ്ഷീറ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഇനി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഇത്രയാണ് ഉള്ളൂ. നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഒന്നും ക്ലീൻ ചെയ്യാനില്ല. ബട്ട് നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് കുത്തി നിറച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വേറെ നമുക്ക് പ്രത്യേകം ക്ലീൻ ചെയ്യാനില്ല. സോ അതൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. ബൈ.